ഹലോ ഗായ്സ്, ഇത് ഞാൻ 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ അന്നത്തെയും വിഷുവിൻ്റെ തലേ ദിവസത്തെയും. അപ്പോൾ ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് മേടിക്കാം, എന്തായാലും വിഷുവൊക്കെ അല്ലേ എന്ന്. അങ്ങനെ ഞാൻ തൊട്ടടുത്ത കടയിലേക്ക് പോയതാണ്. അവിടെ മാലയും കമ്മലായിട്ടുള്ള സെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിലും കൂടി ഒതുങ്ങിയിട്ടുള്ള കുറച്ച് ഭംഗിയുള്ള ഒരു സെറ്റ് കിട്ടണം. അപ്പോൾ ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് നോക്കട്ടെ അവിടെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ ഈ വീഡിയോ കുറച്ച് പേരെങ്കിലും കാണും, അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് എനിക്ക് തന്നെ വേണ്ടി ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്ന്. പിന്നെ വിഷുവായിട്ട് നമ്മൾ എവിടേക്കും പോകുന്നൊന്നുമില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ വിഷുവിൻ്റെ അന്ന് ഈ മാലയും കമ്മലൊന്നും ഇടുന്നുണ്ടാവില്ല. വേറെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളത് നല്ല ഭംഗിയിൽ പാക്ക് ചെയ്ത് ശരിക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനാന്ന് പറഞ്ഞപ്പോൾ ആളത് നല്ല വൃത്തിക്ക് തന്നെ പാക്ക് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിലൊരു ഫ്ലവറൊക്കെ വെച്ച് നന്നായി സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ എനിക്ക് അവിടുത്തെ ഒത്തിരി മാലയും കമ്മലിൻ്റെ ഒക്കെ സെറ്റുകൾ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ കൊണ്ടുപോയ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സംഭവം കൂടി ആവണ്ടേ, അത് കാരണം കൊണ്ട് ഞാൻ നോക്കിയിട്ടാണ് മേടിച്ചത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്കങ്ങനെ മാലയും കമ്മലായിട്ടുള്ള സെറ്റുകൾ അങ്ങനെ ഇല്ല കേട്ടോ. ഇത് കൂടാതെ ഒരേ ഒരു സെറ്റും കൂടി ഉള്ളൂ ഇനി മാലയും കമ്മലായിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനത്തെ സംഭവം ഞാൻ മേടിക്കലില്ല അധികം. അങ്ങനെ ഞാനിതാ ഗിഫ്റ്റ് പേപ്പർ ഇത് മേടിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ള മാലയും കമ്മലിൻ്റെ സെറ്റ്. അത് കൂടാതെ ഞാൻ അവിടെ നിന്ന് ഒരു കൈ ചെയിനും കൂടി മേടിച്ചായിരുന്നു. ഒരു വൈറ്റ് കളറിൽ കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു നോർമൽ ഒരു സംഭവം കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാ വളകളൊക്കെ ഉണ്ട്, എന്നാലും ചുമ്മാ വളയൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒരു കൈച്ചേൻ കിടക്കണുണ്ടു. പിന്നെ വിഷുവൊക്കെ അല്ലേ, ചുമ്മാ ഇരിക്കല്ലേ, അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വിഷുവായി. ഒരാളിതേ കുളിച്ച് സെറ്റായിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്, വിഷു കൈനീട്ടൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആളുടെ മുഖത്ത് തേനീച്ച കുത്തിയിട്ട്, തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തേനീച്ച കുത്തിയിട്ട് ആകെ നീര് വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറവായതാണ്, നന്നായി നീരുണ്ടായിരുന്നു. കണ്ണൊന്നും ശരിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ, കടന്നല് കുത്തിയതും അതുമാതിരി തേനീച്ച കുത്തിയിട്ട് ഉണ്ടാവാറുണ്ട് പറയണത്. കാരണം താഴത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാവില്ല, കാണില്ല. മുകളിൽ പാമ്പുണ്ടോ തേനീച്ച ഉണ്ടോ എന്നൊന്നും. ഒക്കെ അവിടെ ചെന്നതിൻ്റെ ശേഷമാണ് കേട്ടോ അറിയുള്ളൂ. പെട്ടെന്ന് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഓടി ഇറങ്ങാനും പറ്റില്ല. അത്യാവശ്യം റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു പണിയും കൂടിയാണ് തെങ്ങേറ്റം എന്ന് പറയുന്നത്. അത് നമുക്ക് അവർ പറയുമ്പോഴാണ് നമുക്കറിയാം. നമുക്ക് നോർമലി നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. ഇതിനെപ്പറ്റി കൂടുതൽ അവർ പറയുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഞാൻ കാലത്ത് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ്. എനിക്ക് നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഉണ്ടാക്കൽ കുറച്ച് പാടുള്ള ഒരു പണിയായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമുക്കത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമായി. ഞാൻ മാമൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലൊക്കെ പോകുന്ന സമയത്ത് മാമൻ്റെ മൂത്ത മോളിനിട്ടാ വല്യേച്ചിയെന്ന് ഞങ്ങൾ വിളിക്കുക. വല്യേച്ചിയോട് പറയും നൂൽപുട്ട് ഉണ്ടാക്കി തരണം കേട്ടോ ചേച്ചിന്ന്. അപ്പോൾ നമുക്കത് കാണുമ്പോഴും ഒരു 2 പേർക്ക് 3 പേർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ 5-6 ആൾക്കാർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ക്വാണ്ടിറ്റി ഒരുപാട് എടുത്ത് ഉണ്ടാക്കണം. അപ്പോൾ ചേച്ചിയൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരുപാട് പാടുള്ളൊരു പണിയാണല്ലോ ഈശ്വര ഇതെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മാവ് കുഴക്കേണ്ടതൊക്കെ കറക്റ്റാണ് വെച്ചെങ്കിൽ നമുക്കത് ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മൾ അടുക്കളയിൽ പണികൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അങ്ങനെ ചെറുപ്പത്തിൽ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അങ്ങനെ നൂൽപുട്ടും തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എന്തായാലും ശങ്കരേട്ടൻ എടുത്ത് വെച്ച് തന്നിട്ട് പോയിട്ടുണ്ട്. തേങ്ങയൊക്കെ ചിരകി ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ പണി അങ്ങനെ ലാഭമായി. പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടതൊക്കെ നന്നായി ചോന്നിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചു തന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ, പഞ്ചസാര ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം ശങ്കരേട്ടൻ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് എനിക്ക് രാവിലത്തേക്കും ഉച്ചയ്ക്കുള്ള നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ ഫുഡൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. വീട്ടിൽ അമ്മ ഇവരൊക്കെ എവിടേക്ക് ജോലിക്ക് പോയിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്നിട്ടാണ് ഊണ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അവരുടെ അമ്മ വയ്ക്കണ ഫുഡ് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. സാമ്പാറുണ്ടായിരുന്നു, കായപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അതൊക്കെ ഒരു വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പായസം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. എന്താ പറയുക,
നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി. വൈകിട്ട് ഫുഡ് കഴിക്കില്ല, മാത്രമല്ല ചോറ് കഴിക്കലൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കാരണം കൊണ്ട് വയറ് നിറച്ച് കഴിച്ചു പോയി. സാധാരണ നമ്മൾ വിഷുവിൻ്റെ അന്ന് ഓണത്തിൻ്റെ അന്നൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഓൾറെഡി എക്സിബിഷനൊക്കെ പോയി കണ്ടു വന്നു. അത് കാരണം കൊണ്ട് പിന്നെ എന്തായാലും എക്സിബിഷന് പോയില്ല. പിന്നെ പോകാറുള്ളത് ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും പോയില്ല. ഇവർക്ക് കുറച്ച് തെങ്ങേറ്റ മെഷീൻ്റെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് അത് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടേക്കും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ തന്നെയാണ് വൈകിട്ട് അവർക്ക് ഈ മെഷീൻ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ചേട്ടൻ അപ്പോഴും ഒഴിവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പരിപാടിക്ക് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ ഉച്ചത്തെ ഊണൊക്കെ നല്ല ലാവിഷായിട്ട് കഴിഞ്ഞിട്ട് അവരങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി, ഞാനങ്ങനെ റെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു വിഷുവിൻ്റെ അന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളും വീഡിയോയും ഒക്കെ ഇതായിരുന്നു. എല്ലാവരും വിഷുവൊക്കെ നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ലാതെ ഈ വിഷുവും കൂടാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ വിഷു ആശംസകൾ നേരാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടു കൂടിയിട്ടിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.